ലക്ഷദ്വീപിന്റെ മുഖം മിനുക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. കോടികളുടെ പദ്ധതിയാണ് മോദി ആവിഷ്കരിക്കാൻ പോകുന്നതും. ഇനി മാൽദ്വീപ് പോലും ലക്ഷദ്വീപിന്റെ മുന്നിൽ മാറി നിൽക്കും. ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് കുതിപ്പേകാൻ 8 ബൃഹത്ത് പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിന് ശേഷം ലക്ഷദ്വീപ് പ്രകൃതി സൗന്ദര്യം ആഗോളതലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. ഇതിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമമാണ് അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്നതും. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ മുൻതൂക്കം നൽകുന്നതും. മാൽദ്വീപിന് സമാനമായ വികസനമാണ് ലക്ഷദ്വീപിൽ നടക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അടുത്തിടെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള പ്രശ്നം. മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തെ മാൽദ്വീപിലെ 3 മന്ത്രിമാർ അധിക്ഷേപിക്കുകയായിരുന്നു. ഇതാണ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതും. പിന്നാലെ മന്ത്രിമാരെ മാൽദ്വീപ് സസ്പെൻഡ് ചെയ്യുകയും വലിയ വാർത്തയായിരുന്നു. മാൽദ്വീപിന്റെ പ്രധാന വരുമാന മാർഗമെന്ന് പറയുന്നതും ടൂറിസമാണ്. ഇന്ത്യയിൽ നിന്നുള്ള താരങ്ങൾ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. മോദിയെ അവഹേളിച്ചതിന് പിന്നാലെ മാൽദ്വീപിനെ ബഹിഷ്കരിക്കാൻ അക്ഷയ് കുമാർ, സച്ചിൻ ടെണ്ടുൽക്കർ, സൽമാൻ ഖാൻ, ജോൺ എബ്രഹാം തുടങ്ങിയ താരങ്ങൾ ആഹ്വാനം ചെയ്തിരുന്നു. ഇത് ലക്ഷദ്വീപിൽ സന്ദർശനം നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. മോദിയുടെ സന്ദർശനം ലക്ഷദ്വീപിലെ ടൂറിസത്തിന് കൂടുതൽ കരുത്ത് നൽകുക എന്നതാണ് പറയാം. ഇപ്പോഴിതാ ലക്ഷദ്വീപിലെ ടൂറിസം കൂടുതൽ ഉയർത്താൻ കേന്ദ്രം നടപടി സ്വീകരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി 8 വലിയ പദ്ധതികളാണ് ലക്ഷദ്വീപിൽ നടത്താൻ കേന്ദ്രം പദ്ധതിയിടുന്നത്. കവരത്തി, അഗതി, മിനിക്കോയ് ദ്വീപുകളിലേക്ക് വലിയ കപ്പലുകൾ അടുക്കാനുള്ള സൗകര്യം, കൽപ്പേനി, കത്മത്ത്, അന്ത്രോത്ത് ദ്വീപുകളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പാസഞ്ചർ ഫെസിലിറ്റേഷൻ സെന്റർ എന്നിവ പ്രധാന പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ലക്ഷദ്വീപിൽ സർവീസ് നടത്താൻ എല്ലാതരം യാത്രാ കപ്പലുകൾക്കും എത്തിച്ചേരാൻ കഴിയുന്ന മൾട്ടി മോഡൽ ജെട്ടി വികസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിലൂടെ കൂടുതൽ വിനോദസഞ്ചാരികളെ ദ്വീപിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നതും. വിനോദസഞ്ചാരികളുടെ സുരക്ഷിതത്വവും സൗകര്യവും ഉറപ്പാക്കാനും പദ്ധതി ഇടുന്നുണ്ട്. വർഷം മുഴുവൻ സുരക്ഷിതമായ യാത്രകൾക്കും ചരക്കുകളുടെ കൈമാറ്റത്തിനും സൗകര്യം ഒരുക്കും. കൊച്ചിയിൽ നിന്ന് 407 കിലോമീറ്റർ അകലെയുള്ള കടമത്ത് ദ്വീപിന്റെ കിഴക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ജെട്ടികൾ, ലാൻഡ് സൈഡ് സൗകര്യങ്ങൾ, മറ്റു സൗകര്യങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതാണ് ആദ്യ പദ്ധതിയായി പറയുന്നത്. ലക്ഷദ്വീപ് ദ്വീപുകളുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അമിതി ഗ്രൂപ്പിന്റെ ഏറ്റവും നീളം കൂടിയ ദ്വീപാണ് കടമത്ത്. 3.34 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കടമത്തിക്ക് 9.3 കിലോമീറ്റർ നീളവും 0.57 കിലോമീറ്റർ വീതിയുമുണ്ട്. കടമത്തിലെ ഓപ്പൺ ഇൻസ്റ്റന്റ് ജെട്ടി ഒരു മൾട്ടിപ്ലസ് ജെട്ടിയാണ്. അത് യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും എത്താൻ കഴിയുന്ന സൗകര്യം ഒരുക്കുന്നുണ്ട്. ജെട്ടിയുടെ നീളം 360 മീറ്റർ ആണെന്നാണ് പദ്ധതിയുടെ രേഖകളിൽ പറയുന്നത്. ഇതിനടുത്തായി ലോകോത്തര നിലവാരമുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു പാസഞ്ചർ വെയിറ്റിംഗ് ഹാളും നിർമ്മിക്കും. പ്രത്യേക ട്രാൻസിറ്റ് ഏരിയയും നിർമ്മിക്കും. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ വികസനത്തിന് ആഭ്യന്തര ഫണ്ടുകളുണ്ട്. ഇതിനൊപ്പം തന്നെ സാഗർമാല പ്രോഗ്രാമിന് കീഴിലാണ് ദ്വീപ് വികസനത്തിന് കൂടുതൽ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. കൽപ്പേനി, കംതത്ത്, ആന്ത്രോത്ത് എന്നിവിടങ്ങളിലെ വെയർഹൌസുകളുടെ വികസനം, കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പാസഞ്ചർ ഫെസിലിറ്റേഷൻ സെന്റർ, വലിയ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നതിനായി കവരത്തി, അഗതി, മിനിക്കോയ് ദ്വീപുകളിൽ നിലവിലുള്ള കിഴക്കൻ ജെട്ടിയുടെ വിപുലീകരണം, കൽപ്പേനി, കംതത്ത്, അന്ത്രോത്ത് എന്നിവിടങ്ങളിൽ സ്ലിപ്പ് വേയുടെ അനുബന്ധ സൗകര്യങ്ങളുടെയും വികസനം. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ വികസനത്തിന് പ്രാഥമിക പരിഗണനയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ആഭ്യന്തര ഫണ്ടുകൾക്കൊപ്പം തന്നെ സാഗർമാല പ്രൊജക്റ്റും കൂടി ഉൾപ്പെടുത്തിയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നതും. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയാണ് പദ്ധതിയുടെ പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റായി നിൽക്കുന്നത്. ചെന്നൈയിലെ അസിസ്റ്റം ഇന്ത്യ ലിമിറ്റഡ് ആണ് വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.